ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മുടെ SSC CGL 2024 പരീക്ഷയുടെ റിസൾട്ട് ഔട്ടായിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി മാത്രമല്ല ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണുക കേട്ടോ. ജസ്റ്റ് ഒരു അനൗൺസ്മെൻറ്റ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലത്തെ ബിഗ് അനൗൺസ്മെൻറ്റ് അല്ല, അത് വേറൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ എല്ലാവരും ഒന്ന് കാണുക. അത് നമുക്ക് ജസ്റ്റ് തുടക്കത്തിൽ നമ്മൾ റിസൾട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ റിസൾട്ട് ലിസ്റ്റ് 1, 2, 3 3 ലിസ്റ്റാണ്. അതിൽ ലിസ്റ്റ് 3 ആണ് മെയിൻ ലിസ്റ്റ് അല്ലേ. ലിസ്റ്റ് 1ഉം 2 എന്ന് പറയുന്നത് നമ്മുടെ JSOയും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററും മാത്രമുള്ള പോസ്റ്റാണ്. ലിസ്റ്റ് 3 ഇതാണ് മെയിനായിട്ട്. കട്ട് ഓഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. UR കട്ട് ഓഫ് എന്ന് പറയുന്നത് 153.18 ആണ് കട്ട് ഓഫ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ടോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. UR കട്ട് ഓഫ്, OBC കട്ട് ഓഫ് 146, EWS 142, ബാക്കിയുള്ള കട്ട് ഓഫുകളൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, SSC പരീക്ഷയുടെ നിലവാരം കൂട്ടേണ്ട സമയം അതിക്രമിച്ച് കടന്നു എന്നാണ് എനിക്ക് തോന്നുന്നു അല്ലേ. കാരണം ഈ ഒരു 153 കട്ട് ഓഫ് വരുന്ന വെറും ഒരു കോമ്പറ്റീഷനിൽ കൂടുതൽ കുട്ടികൾ വന്ന് കോമ്പറ്റീഷൻ കൂടിയതുകൊണ്ട് മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ഇതിലും വലിയ പരീക്ഷകൾ അപ്പുറത്ത് ഒരുപാട് കുട്ടികൾ നടക്കുന്ന പരീക്ഷകളൊന്നും ഇത്ര ഒരു കട്ട് ഓഫ് നമ്മൾ കാണുന്നില്ല. ഇതെനിക്ക് തോന്നുന്നു 2018 മുതൽ ഇനി 2024 വരെ ചോദിക്കുന്നതെല്ലാം ഒരേ ലെവലിൽ നിലവാരം കുറഞ്ഞ ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്സിനും ഇംഗ്ലീഷ് റീസണിനും എല്ലാവർക്കും 50-ൽ 50 ആണ്. ആ ഒരു കാരണം കൊണ്ട് കൂടെയൊക്കെയാണ് ഈ റിസൾട്ട് ഇവിടെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ പകുതി വേക്കൻസിൻ്റെ ആയിട്ട് പോലും കട്ട് ഓഫ് 150 ഉള്ളൂ, 150, 140 ആ സംതിങ് ഉള്ളൂ. പ്രാവശ്യം 17,000 വേക്കൻസിൻ്റെ ആയിട്ടും കട്ട് ഓഫ് വരുന്നത് 153. അപ്പോൾ എന്തായാലും SSCയുടെ പരീക്ഷയുടെ നിലവാരം കൂട്ടേണ്ട സമയമായി. ഇപ്പോൾ നിങ്ങൾ IB ACIO പേപ്പറൊക്കെ ഇട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇതൊക്കെ TCS തന്നെ പരീക്ഷ കണ്ടക്ട് എത്രത്തോളം നിലവാരമുള്ള പേപ്പറാണ് അതൊക്കെ. അപ്പോൾ അവർ കണ്ടക്ട് ചെയ്യാൻ അറിയാം. പക്ഷേ ഈ SSC പരീക്ഷ ഈ ഒരു പണ്ട് എങ്ങനെയാണോ പോകുന്നത് അതേപോലെ തന്നെ എപ്പോഴും പോകുന്നു. അതുകൊണ്ട് തീരെ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയാണൊന്നുമില്ലെങ്കിലും ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് പോസ്റ്റുകളിലേക്ക് പോകേണ്ട പരീക്ഷയാണ്. അതിലാണ് ഇത്രയും നിലവാരം കുറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കട്ട് ഓഫ് ഇങ്ങനെ കൂട്ടി പോകുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾ എന്ത് തെറി വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. മെയിനായിട്ട് ഇതല്ല കാര്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കട്ട് ഓഫ്. ഇതിൽ UR 25,000. പല ആൾക്കാരും വിചാരിച്ചും UR കട്ട് ഓഫ് കടന്ന ആളുകൾ മാത്രമാണ് 25,000 അല്ല കേട്ടോ. ഇപ്രാവശ്യം ഈ ഒരു ഇതും കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 4,349 ആൾക്കാർ SCയിലും 1,042 ആൾക്കാർ STയിലും 29,867 ആൾക്കാർ OBCയിലൊക്കെ കൂട്ടി ടോട്ടൽ 153ൻ്റെ മുകളിൽ മാർക്കുള്ള 75,000 പേരുണ്ട്. അതായത് ആ തൊട്ടുമ്പത്തെ ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ള ആ 50,000 എന്ന് പറഞ്ഞാൽ OBC 143 കട്ട് ഓഫ് കിടന്ന ആളുകൾ മാത്രമല്ല, അതായത് മൊത്തം OBCക്കാരാണ് ആ 50,000 കേട്ടോ. അതായത് ടോട്ടൽ 75,000 ആളുകൾ 153ൻ്റെ മുകളിൽ കട്ട് ഓഫ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് റിസൾട്ടിനെ പറ്റി പറയാനുള്ളത്. വേറൊന്നുമില്ല. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. Tier 2 പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ ഇത്രയും ഹൈ ആണ്. അപ്പോൾ 2-3 കാറ്റഗറി ആൾക്കാരാണ് ഇപ്പോൾ ഉണ്ടാവുക. ഒന്ന് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ അല്ലേ. ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളോട് ഒരു കാര്യം പറയാനുള്ളൂ. 1.5 മാസം കൂടി ഉണ്ട് Tier 2 പരീക്ഷയ്ക്ക്. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒട്ടും ബാക്കിലോട്ട് പോകാതിരിക്കുക. Tier 1 ലിസ്റ്റ് കയറുമ്പോഴേക്കും എല്ലാം ആയെന്ന് തോന്നിയ കുറേ ആളുകളുണ്ടാവും. ഒരിക്കലും അങ്ങനെ ആയിട്ടില്ല. ഇപ്പോൾ 1,65,000 പേരെയാണ് ലിസ്റ്റിൽ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് വെറും 17,000 ആളുകൾ മാത്രമേ ഫൈനൽ ലിസ്റ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ, അതായത് ഇനിയും നിങ്ങൾക്ക് 10-ൽ ഒരാളാവണം എന്നാലേ റാങ്ക് ലിസ്റ്റിൽ കയറുള്ളൂ. Tier 1 ആകുമ്പോഴേക്കും എല്ലാം ആയി എന്ന് വിചാരിക്കരുത്. ഇപ്പോൾ എങ്ങനെയാണ് പ്രിപ്പറേഷൻ പോകുന്നത് അതിൻ്റെ ഡബിൾ ട്രിപ്പിൾ ഇരട്ടിയിൽ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. വളരെ രീതി എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെ കേട്ടോ. അതിൻ്റെ കൂടുതലല്ലാതെ ഒരിക്കലും അതിൻ്റെ ബാക്കിലോട്ട് വരാൻ നിൽക്കരുത്. പല ആൾക്കാരും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. Tier 1 ലിസ്റ്റിൽ കയറുമ്പോഴേക്കും എല്ലാം ആയി എന്നുള്ളൊരു തോന്നൽ വരും. അതൊരിക്കലും ഇല്ലാതിരിക്കുക. പിന്നെയുള്ള കാറ്റഗറി ഓഫ് ആളുകൾ ഇത് കിട്ടാത്ത ആളുകൾ അല്ലേ. കിട്ടുമെന്ന് പ്രതീക്ഷ കിട്ടാത്ത ആളുകളുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് പഠിച്ച് ഓൾറെഡി റോ സ്കോർ കുറഞ്ഞ് കിട്ടൂല എന്ന് ആദ്യം പ്രതീക്ഷയുള്ള ആളുകളുണ്ട്. ഈ കാറ്റഗറി ആളുകളോട് ഒരു അനൗൺസ്മെൻറ്റും കൂടെ ഉണ്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ SSC മലയാളി ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. SSC മലയാളി മെഗാ സ്കോളർഷിപ്പ് ടെസ്റ്റ് 2.0 കണ്ടക്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾ പഠിക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കയ്യെത്തും ദൂരത്ത് പ്രാവശ്യം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ അല്ലെങ്കിൽ ഈ ലിസ്റ്റിൽ നിന്ന് ഔട്ടായിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. SSC മലയാളി ഈ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങുന്നത് കഴിഞ്ഞ വർഷം ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ സ്കോളർഷിപ്പ് ടെസ്റ്റ് എഴുതി കയറിയ പലരുമാണ് ഇപ്പോൾ ഈ ലിസ്റ്റിലേക്ക് കയറിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 2.0 രണ്ടാമത്തെ സ്കോളർഷിപ്പ് ടെസ്റ്റ് SSC മലയാളി വരുന്ന 15-ാം തീയതി ഡിസംബർ 15-ാം തീയതി രാവിലെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരാം. മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ സ്കോളർഷിപ്പ് ടെസ്റ്റ് ഡിസംബർ 15-ന് ഡേറ്റ് പറഞ്ഞ പോലെ തന്നെ 15-ന് രാവിലെ 10 മണിക്കാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം എന്ത് ചെയ്യുക, നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. പിന്നെ ഒരു ഡീറ്റെയിൽസിലോട്ട് വരികയാണെങ്കിൽ ഈ സ്കോളർഷിപ്പ് ടെസ്റ്റ് ക്ലിയർ ആവുന്നവർക്ക് ആദ്യത്തെ 10 പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ അടുത്ത നെക്സ്റ്റ് SSC CGL ബാച്ചിലേക്ക് അഡ്മിഷൻ കൊടുക്കുന്നതായിരിക്കും. അത് ആദ്യത്തെ 1 to 10 1 മുതൽ 10 വരെ റാങ്കിലെത്തുന്നവർക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ SSC മലയാളി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ ഉണ്ടായിരിക്കും. അതായത് ഇനി അടുത്ത 11 to 15 വരെയുള്ള ആളുകൾക്ക് ഇവർക്ക് 100% സ്കോളർഷിപ്പ് ആയിരിക്കും. പിന്നെ വരുന്നവർക്ക് 50% സ്കോളർഷിപ്പാണ്. അതുപോലെ തന്നെ 16 to 20 വരെ എത്തുന്ന ആളുകൾക്ക് 20%
സ്കോളർഷിപ്പാണ്. പിന്നെ സ്കോളർഷിപ്പ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ അടുത്ത ബാച്ചുകളിൽ ജോയിൻ ചെയ്യുമ്പോൾ 1000 രൂപേൻ്റെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. 1 മുതൽ 10 വരെ ഈ റാങ്കിൽ എത്താൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പോട് കൂടി SSC മലയാളിയിൽ പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ ഒറ്റ കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾ പല ആളുകളും റാങ്ക് ലിസ്റ്റ് കയറാതെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും. വിഷമമൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. വിഷമമുണ്ടാവും. ഈ പരീക്ഷയ്ക്ക് നമ്മൾ വിചാരിച്ച് എത്രയും പ്രതീക്ഷയോടുന്ന പരീക്ഷകൾ ലിസ്റ്റിൽ കയറാതിരിക്കുമ്പോൾ വിഷമം ഉണ്ടാവും. പക്ഷേ ആ വിഷമത്തിൽ നിങ്ങൾ വീണ്ടും ഇരുന്ന് നിങ്ങൾ വേറെ അങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ പോകാൻ നഷ്ടപ്പെടാനുള്ള നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ആ സമയം കയ്യെത്തും ദൂരത്താണ് നിങ്ങൾക്ക് ഈ ലിസ്റ്റിലൊക്കെ പോയിട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു നഷ്ടമില്ല. 1 വർഷം കൂടി ഇൻവെസ്റ്റ് ചെയ്യുക. അടുത്ത പരീക്ഷയ്ക്ക് നോക്കുക. അറബി NTPC പരീക്ഷ വരുന്നുണ്ട്, SSC CGL പരീക്ഷ വരുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇനിയുണ്ട്. ഓപ്പർച്യൂണിറ്റികളൊന്നും തീർന്നിട്ടില്ല കേട്ടോ. അപ്പം നന്നായിട്ട് കുറച്ച് സങ്കടമൊക്കെ ഉണ്ടാവും. വേണമെങ്കിൽ ഒന്ന് കുറച്ച് ദിവസം ഒരാഴ്ച 10 ദിവസമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും എന്താ പറയുക, ഫുൾ പവറോട് കൂടി വീണ്ടും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക. അതിന് നിങ്ങളെ സഹായിക്കാൻ എന്ത് സഹായം വേണമെങ്കിലും നമ്മളോട് ചോദിക്കുക. അതിന് നമ്മളിവിടെ റെഡിയാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ എന്തൊരു കാര്യം ചെയ്യുക, ഈ സ്കോളർഷിപ്പ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും താഴെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ എന്ത് ചെയ്യുക, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ അവസരം ആരും മിസ്സാക്കാതിരിക്കാൻ. ഇപ്പോൾ നിങ്ങൾക്കല്ല, നിങ്ങളുടെ ഫ്രണ്ടാണ് ഇതുപോലെ താല്പര്യത്തോട് നിൽക്കുന്നത്, അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അവരോട് ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ പറയാം കേട്ടോ. അപ്പോൾ ആരും ജയിച്ചവരായാലും തോറ്റവരായാലും ആരും നിരാശപ്പെടാതിരിക്കുക. ജയിച്ചവർ നല്ല രീതിയിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. തോറ്റവരെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇപ്രാവശ്യം കിട്ടാത്തവർ കേട്ടോ, ഇപ്രാവശ്യം കിട്ടാത്തവർ, അത് ഒരുപാട് എക്സാമ്പിൾ എനിക്ക് തന്നെ അറിയാം. ഒരു പ്രാവശ്യം റാങ്ക് ലിസ്റ്റ് കയറാൻ തൊട്ടടുത്ത വർഷങ്ങളിൽ ഉയർന്ന റാങ്കിൽ നേടിയ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ മുമ്പിൽ എക്സാമ്പിൾ ഒരുപാട് ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്നിരുന്ന് ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. ആ സമയം സങ്കടമൊക്കെ സ്വാഭാവികമാണ്, റോബോട്ടല്ലല്ലോ, കയറാൻ സങ്കടമുണ്ട്. പക്ഷേ ആ സങ്കടം മറികടന്ന് അപ്പുറത്തോട്ട് പോയി പഠിച്ച് നല്ല റാങ്കിലേക്ക് എത്താൻ നമുക്ക് പറ്റുകയാണെങ്കിൽ അടുത്ത വർഷം നമ്മളെ കാത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ ഈ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിലായിരിക്കും നമ്മുടെ പേര് വരാൻ പോകും. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുക. എന്തെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ 8089445590 അല്ലെങ്കിൽ 8891278490 ഈ 2 നമ്പറിൽ വിളിച്ച് ചോദിക്കുക ഈ സ്കോളർഷിപ്പ് ടെസ്റ്റിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താലും മതി, നിങ്ങളെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, ഡിസംബർ 15 ഞായറാഴ്ച ദിവസമാണ്, സൺഡേ ആണ്, രാവിലെ 10 മണിക്കാണ്. അപ്പോൾ ഗൂഗിൾ ഫോം രജിസ്ട്രേഷൻ നിർബന്ധമാണ്, കാരണം അതിനനുസരിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു.